യേശുവിൻ്റെ പീഡാനുഭവ രംഗങ്ങൾ. ആൻ കാതറിൻ എമറിച്ചിൻ്റെ ദർശനങ്ങൾ. അധ്യായം 12. തിരുസഭയിൽ സ്വയം വേർപെടുത്തുന്ന മനുഷ്യഗണം യേശുവിൻ്റെ സജീവ ശരീരത്തെ പിച്ചു ചീന്തുകയായിരുന്നു. ഹൃദയസ്പർശിയായ വിധം ഈശോ അവരുടെ നേരെ നോക്കി. തങ്ങളുടെ തന്നെ നിത്യനാശത്തിന് വഴിയൊരുക്കുന്ന അവരെ ഓർത്ത് വിലപിച്ചു. തീർത്തും വിഭജിക്കപ്പെട്ടും അകറ്റപ്പെട്ടും കഴിഞ്ഞിരുന്ന മനുഷ്യരെ ഒരേ ശരീരത്തിൽ തൻ്റെ മണവാട്ടിയായ സഭയുടെ ഗാത്രത്തിൽ ഒരുമിച്ചു ചേർക്കുന്നതിന് വേണ്ടി വിശുദ്ധ കുദാശയിൽ നമുക്ക് ഭക്ഷണമായി അവിടുന്ന് തന്നെ നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ അതേ ശരീരത്തിൽ താൻ കീറിമുറിക്കപ്പെടുന്നതായി അവിടുന്ന് കണ്ടു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരെ പൂർണ്ണമായി ഒന്നാക്കുവാൻ അവിടുന്ന് സ്ഥാപിച്ച സ്നേഹത്തിൻ്റെ കൂദാശ തന്നെ വ്യാജ പ്രബോധകർ മൂലം പിളർപ്പിന്റെ വിഷയമായി തീർന്നു. സഭയിൽ നിക്ഷിപ്തമായ കൃപയുടെ നിധിയിൽ പങ്കുപറ്റാതെ അവിടുത്തെ മടിത്തട്ടിൽ നിന്ന് അകറ്റപ്പെട്ട് കഴിയുന്ന രാഷ്ട്രങ്ങളെ ഞാൻ കണ്ടു. അവസാനമായി സഭയിൽ നിന്ന് വേർപെടുത്തപ്പെട്ടവരെല്ലാം അവിശ്വസ്തതയിലും അന്ധവിശ്വാസത്തിലും പാഷണ്ഡതയിലും ലൗകിക തത്വചിന്തയിലും ആഴ്ത്തപ്പെടുന്നതും എനിക്ക് ദൃശ്യമായി. അവർ സംഘങ്ങളായി ചേർന്ന് സർപ്പത്തിന്റെ നേതൃത്വത്തിൽ സഭയെ ആക്രമിച്ചുകൊണ്ട് അവരുടെ രോഷം മുഴുവൻ പ്രകടിപ്പിച്ചു. കഷ്ടമേ, യേശു തന്നെ 1000 കഷണങ്ങളായി വെച്ച് ചീന്തപ്പെടുന്നത് പോലെ ആയിരുന്നു അത്. എന്റെ ഭയത്തിന്റെയും സംഭ്രാന്തിയുടെയും ആധിക്യം കണ്ട് എന്റെ സ്വർഗീയ മണവാളൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ദയോടെ എന്റെ ഹൃദയത്തിന്മേൽ കൈവച്ചു. ഇതുവരെ ആരും ഇതൊന്നും ദർശിച്ചിട്ടില്ല. ഞാൻ ശക്തി നൽകിയില്ലായിരുന്നുവെങ്കിൽ നിന്റെ ഹൃദയം ദുഃഖത്താൽ തകർന്നു പോകുമായിരുന്നു. ഈശോയുടെ വിളറിയ മുഖത്തു നിന്നും വലിയ രക്തത്തുള്ളികൾ വീഴുന്നത് ഞാൻ കണ്ടു. മുടി കട്ട പിടിച്ചും താടി രക്തത്തിൽ കുതിർന്ന് കെട്ടിപ്പിണഞ്ഞുമിരുന്നു. ഈശോ ഗുഹയിൽ നിന്നും പുറത്തു കടന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് തിരിച്ചു. മുറിവുകൾ നിറഞ്ഞ ഒരു മനുഷ്യന്റെ രൂപം വലിയ ഭാരത്തിനടിയിൽ അമർന്ന് ഓരോ ചുവടും വയ്ക്കുമ്പോൾ വീഴാൻ വെമ്പുന്ന പോലെ അവിടുന്ന് കാണപ്പെട്ടു. അവിടുന്ന് വീണ്ടും ആ 3 ശിഷ്യന്മാരുടെ അരികിലെത്തിയപ്പോൾ അവർ കിടന്നുറങ്ങുകയായിരുന്നില്ല. ദുഃഖഭാരം കൊണ്ട് തളരുമ്പോഴും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ആ നാട്ടിലെ ജനങ്ങൾ ചെയ്തിരുന്നത് പോലെ അവർ ശിരസ് മൂടി കുനിഞ്ഞിരിക്കുകയായിരുന്നു. ഈശോ അടുത്തെത്തി. നിദ്രാഭാരമുള്ള അവരുടെ കണ്ണുകൾക്ക് ആ നിലാവെളിച്ചത്തിൽ അവിടുത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വിവരിക്കാനാവാത്ത വിധം അവിടത്തേക്ക് മാറ്റം സംഭവിച്ചിരുന്നു. രക്തമയം ഇല്ലാത്ത വിധം മുഖം വിളറി മൂടി അലങ്കോലപ്പെട്ടിരുന്നു. അവർ ഉണർന്ന് ഈശോയെ സ്നേഹത്തോടെ താങ്ങി പിടിച്ചു. അവിടുന്ന് ദുഃഖത്തോടെ അവരോട് പറഞ്ഞു, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ന്യായാസനത്തിലേക്ക് നയിക്കപ്പെടും. ക്രൂരമായി അവർ എന്നോട് പെരുമാറും, ചമ്മട്ടി കൊണ്ട് അടിക്കും. ഒടുവിൽ വളരെ നിഷ്ഠുരമായ മരണത്തിന് അവർ എന്നെ വിധേയനാക്കും. തൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കണമെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അവർ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്ത് പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു. അവിടുത്തെ രൂപവും ഭാവവും അത്രയ്ക്ക് അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു. അവിടുത്തെ മനസ്സ് പതറിയിരിക്കുമോ എന്ന് പോലും അവർ സംശയിച്ചു. തിരിച്ചു ഗുഹയിലേക്ക് പോകാൻ ഈശോ ആഗ്രഹിച്ചെങ്കിലും നടക്കാനുള്ള ശക്തി ഇല്ലാതിരുന്നതിനാൽ യാക്കോബും യോഹന്നാനും കൂടി ഗുഹയിലേക്ക് കൊണ്ടുപോകുന്നതും അവർ തിരിച്ചു പോരുന്നതും ഞാൻ കണ്ടു. അപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരുന്നു. പരിശുദ്ധ അമ്മ ശിഷ്യനായ മർക്കോസിന്റെ വീട്ടിൽ അവന്റെ അമ്മയായ മേരിയുടെ സമീപമായിരുന്നു. ഈ സമയം തീവ്രമായ മാനസിക വേദന അനുഭവിച്ച അവൾ മേരിയോടും മഗ്ദലനയോടുമൊപ്പം മുട്ടുകുത്തി. എന്നാൽ ദുഃഖഭാരത്താൽ തലകറങ്ങി നിലം പതിച്ചു. കാരണം ഈശോയുടെ പീഡാനുഭവം അവൾ ആത്മാവിൽ ദർശിച്ചിരുന്നു. അവിടത്തെ പറ്റി അന്വേഷിക്കുവാൻ അവൾ ചിലരെ അയച്ചിരുന്നുവെങ്കിലും അവർ വരുന്നതുവരെ പിടിച്ചു നിൽക്കാൻ മനോവ്യത അവളെ അനുവദിച്ചില്ല. മഗ്ദലനയോടും സലോമിയോടും കൂടി ജോസഫ താഴ്വര വരെ നടന്നു. ശിരസ് മൂടി കൈകൾ പലപ്പോഴും ഒലിവുമലയിലേക്ക് നീട്ടിക്കൊണ്ടാണ് അവൾ നടന്നത്. കാരണം ഈശോ രക്തം വിയർക്കുന്നത് അവൾ ആത്മാവിൽ ദർശിച്ചിരുന്നു. അവിടുത്തെ മുഖം തുടയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയായിരുന്നു അവളുടെ കൈകളുടെ ചലനം. ഈശോയുടെ നേർക്കുള്ള അവളുടെ ആന്തരിക ചലനങ്ങൾ ഞാൻ ദർശിച്ചു. സഹായം തേടിയെന്നവണ്ണം ഈശോ തന്റെ കണ്ണുകൾ അവളുടെ നേർക്ക് തിരിച്ചു. ഈശോയും അമ്മയും തമ്മിലുള്ള ഈ ആത്മീയ സമ്പർക്കം പരസ്പരം ചരിക്കുന്ന രശ്മിയുടെ രൂപത്തിലാണ് ഞാൻ കണ്ടത്. നമ്മുടെ ദിവ്യനാഥൻ
മഗ്ദലേനയെ കുറിച്ച് ഓർത്തു. അവളുടെ ദുഃഖവും അത്ര വലുതായിരുന്നു. അതിനാൽ അവളെയും ആശ്വസിപ്പിക്കുവാൻ ശിഷ്യന്മാരെ അവിടുന്ന് ചുമതലപ്പെടുത്തി. ഈശോയോടുള്ള അവളുടെ സ്നേഹം മറ്റെല്ലാവരുടേതിനേക്കാൾ ആഴപ്പെട്ടതായിരുന്നു. കൂടാതെ അവൾ ഈശോയ്ക്ക് വേണ്ടി വളരെയേറെ സഹിക്കുമെന്നും ഒരിക്കലും അവനെ വേദനിപ്പിക്കുകയില്ലെന്നും അവിടുന്ന് മുൻകൂട്ടി കണ്ടിരുന്നു. ഈ സമയം മറ്റ് 8 അപ്പസ്തലന്മാരും ഗത്സമനിയിലെ വള്ളിക്കുടിലിലേക്ക് തിരിച്ചു വന്നു. അല്പസമയം ഒരുമിച്ച് സംസാരിച്ച അവർ ഉറങ്ങുന്നതിന് ആരംഭിച്ചു. ചഞ്ചലമനസ്കരും നിരുത്സാഹികളും പരീക്ഷകൾക്ക് വിധേയരും ആയിരുന്ന അവർ അപകടം ഉണ്ടായാൽ ഒളിക്കുന്നതിനുള്ള സ്ഥലം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഉത്കണ്ഠാകുലരായ അവർ തമ്മിൽ ചോദിച്ചു, നാം എന്തു ചെയ്യും? ഈശോയെ പിന്തുടരാൻ എല്ലാം ഉപേക്ഷിച്ചവരാണ്. ദരിദ്രരും ലോകത്താൽ പുറന്തള്ളപ്പെട്ടവരുമാണ് നാം. നമ്മെ മുഴുവനായും അവന്റെ ശുശ്രൂഷയ്ക്ക് വിട്ടുകൊടുത്തവരാണ്. എന്നാൽ ഇപ്പോൾ അവൻ തന്നെ അത്യന്തം ദുഃഖിതനും പരിതക്തനുമാണ്. നമുക്ക് ആശ്വാസം നൽകാൻ അവന് കഴിയുകയില്ല. മറ്റു ശിഷ്യന്മാരാകട്ടെ പല സ്ഥലങ്ങളിലും ലക്ഷ്യമില്ലാതെ ചുറ്റി നടന്നു. ഈശോ നടത്തിയ ഭയജനകമായ ചില പ്രവചനങ്ങൾ ശ്രവിച്ച അവരെല്ലാവരും തന്നെ ബെത്സഫഗയിലേക്ക് പിൻവാങ്ങി. ഈശോ ഗുഹയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സഹനത്തോടുള്ള മനുഷ്യ പ്രകൃതിയുടെ വൈമുഖ്യം അവിടുന്ന് നേരിടുന്നതായിട്ടും നിത്യപിതാവിന്റെ തിരുമനസ്സിന് തന്നെ വിട്ടുകൊടുക്കുന്നതായിട്ടും ഞാൻ കണ്ടു. അഗാധങ്ങൾ അവിടുത്തെ മുമ്പിൽ തുറക്കപ്പെടുകയും പാതാളത്തിന്റെ ഉപരിഭാഗത്തു നിന്നുള്ള ഒരു ദർശനം അവിടത്തേക്ക് ഉണ്ടാവുകയും ചെയ്തു. ആദവും ഹവ്വയും, ഗോത്രപിതാക്കന്മാർ, പ്രവാചകന്മാർ, നീതിമാന്മാർ, തന്റെ അമ്മയുടെ മാതാപിതാക്കൾ, സ്നാപക യോഹന്നാൻ തുടങ്ങിയവർ തന്റെ വരവിന് ദാഹത്തോടെ കാത്തിരിക്കുന്നത് അവിടുന്ന് കണ്ടു. ഈ കാഴ്ച ഈശോയുടെ ഹൃദയത്തിന് പുതുശക്തിയും ധൈര്യവും നൽകി. ഈ ബന്ധിതർക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കേണ്ടത് എരിയുന്ന പ്രത്യാശയോടെ ഈ തടവറയിൽ കഴിയുന്നവരെ മോചിപ്പിക്കേണ്ടതിന് തന്റെ മരണം വഴിയാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി. ഈശോ വികാരതരളിനായി ഈ പൂർവ്വകാല വിശുദ്ധരെ നോക്കി. അപ്പോൾ അവിടുത്തെ പീഡാനുഭവത്തിന്റെ യോഗ്യതകളോട് സ്വന്തം ജീവിത ക്ലേശങ്ങൾ ചേർക്കുകയും അങ്ങനെ അവിടുന്ന് വഴി സ്വർഗപിതാവിനോട് ഐക്യപ്പെടുകയും ചെയ്യുവാനിരിക്കുന്ന ഭാവി വിശുദ്ധരുടെ ഗണങ്ങളെയെല്ലാം മാലകമാർ അവിടുത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വളരെ മനോഹരവും ആശ്വാസദായകവുമായ ഒരു കാഴ്ചയായിരുന്നു ഇത്. തന്റെ മരണം വഴി പൂർത്തിയാക്കപ്പെട്ട വീണ്ടെടുപ്പിന്റെ ഉറവയിൽ നിന്നും രക്ഷയുടെയും വിശദീകരണത്തിന്റെയും അരുവികൾ നിലയ്ക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതും ധാരാളം പേർ അതിൽ നിന്നും പാനം ചെയ്യുന്നതും അവിടുന്ന് കണ്ടു. അപ്പസ്തോലന്മാർ, ശിഷ്യന്മാർ, വിശുദ്ധ സ്ത്രീകൾ, കന്യകമാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, മാർപ്പാപ്പമാർ, ഏകാന്തവാസികൾ, മെത്രാന്മാർ, സ്ത്രീ പുരുഷന്മാരായ സന്യസ്തരുടെ വലിയ ഗണങ്ങൾ, ഒറ്റവാക്കിൽ വാഴ്ത്തപ്പെട്ടവരുടെ സൈന്യം മുഴുവൻ അവിടുത്തെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവരെല്ലാം ശിരസിൽ വിജയകിരീടം ചൂടിയിരുന്നു. അവരുടെ സഹനങ്ങളുടെയും അധ്വാനത്തിന്റെയും വിജയങ്ങളുടെയും വ്യത്യാസമനുസരിച്ച് കിരീടങ്ങളിലെ പുഷ്പങ്ങളുടെ രൂപവും നിറവും മണവും പൂർണ്ണതയും വ്യത്യാസപ്പെട്ടിരുന്നു. അവരുടെ മുഴുവൻ ജീവിതവും പ്രവൃത്തികളും യോഗ്യതയും ശക്തിയും വിജയമഹത്വവുമെല്ലാം യേശു ക്രിസ്തുവിന്റെ യോഗ്യതയിൽ നിന്ന് ലഭിച്ചതാണ്. ഈ വിശുദ്ധർ തമ്മിലുണ്ടായ പരസ്പര സ്വാധീനവും ഒരേ അരുവിയിൽ നിന്ന്, ആരാധ്യമായ കുദാശയിൽ നിന്നും, കർത്താവിന്റെ പീഡാനുഭവത്തിൽ നിന്നും അവർ പാനം ചെയ്ത രീതിയും ഹൃദയസ്പർശിയും അത്ഭുതാവഹവുമായ ഒരു കാഴ്ചയായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളും രക്തസാക്ഷിത്വവും വിജയവും മുഖഭാവവും വേഷവുമെല്ലാം വർണ്ണനാതീതമാം വിധം വൈവിധ്യപൂർണമായിരുന്നുവെങ്കിലും അനന്തമായ പരസ്പര പൂരകത്വവും യോജിപ്പും അവർക്കുണ്ടായിരുന്നു. വൈവിധ്യത്തിലുള്ള ഈ ഏകത്വത്തിന് ആധാരം ഒരേ സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന കിരണങ്ങളായിരുന്നു. ആര് മാംസം ധരിച്ച് വചനമായി തീർന്നുവോ, ആരിൽ ജീവനുണ്ടായിരുന്നുവോ, ആര് മനുഷ്യന്റെ പ്രകാശമായിരുന്നുവോ, ആര് അന്ധകാരത്തിൽ പ്രകാശമായി വർത്തിച്ചുവോ, ആരെ കീഴടക്കുവാൻ ഇരുളിന് കഴിയാതിരുന്നുവോ, ആദിമീനാഥന്റെ പീഡാനുഭവത്തിൽ നിന്ന് പ്രസരിക്കുന്ന കിരണങ്ങൾ. പൂർവ്വപിതാക്കന്മാരുടെയും ഭാവിയിലെ വിശുദ്ധരുടെയും ഓരോ ഗണം അവിടുത്തെ മുമ്പിൽ കൂടി കടന്നുപോയി. ഈ 2 ഗണങ്ങളും പരസ്പര പൂരകങ്ങളായി ഒന്നു ചേർന്ന് ദിവ്യരക്ഷകന്റെ സ്നേഹനിർഭരമായ ഹൃദയത്തിനു ചുറ്റും ഒരു വിജയ കിരീടം പോലെ കാണപ്പെട്ടു. അത്യന്തം ഹൃദയസ്പർശിയും ആശ്വാസകരവുമായ ഈ കാഴ്ച ഈശോയുടെ ആത്മാവിന് ഒട്ടേറെ ശക്തിയും ആശ്വാസവും പകർന്നു കൊടുത്തു. അവിടുന്ന് തന്റെ സൃഷ്ടികളെയും സഹോദരങ്ങളെയും അത്യധികം സ്നേഹിച്ചു. ഈ ദർശനങ്ങൾ
ഭാവിയെക്കുറിച്ചുള്ളതാകയാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഉയർന്ന ഒരു സ്ഥാനത്താണ് അവ പ്രദർശിക്കപ്പെട്ടത്. എന്നാൽ ആശ്വസിപ്പിക്കുന്ന ഈ രംഗങ്ങൾ താമസിയാതെ തന്നെ മറഞ്ഞുപോയി. പീഡാനുഭവത്തിന്റെ രംഗങ്ങൾ ഭൂമിയോടടുത്തു. മാലാഖമാർ പ്രദർശിപ്പിച്ചു, കാരണം സമയം അടുത്തിരുന്നു. യൂദാസിന്റെ ചുംബനം മുതൽ കുരിശിൽ അവസാനത്തെ വാക്യം വരെയുള്ള എല്ലാ രംഗങ്ങളും വളരെ വ്യക്തമായി അവിടുത്തെ മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ടു. പീഡാനുഭവത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ കാണാറുള്ളതെല്ലാം ഈ ഒറ്റ ദർശനത്തിൽ ഞാൻ കണ്ടു. യൂദാസിന്റെ വഞ്ചന, ശിഷ്യന്മാരുടെ പലായനം, അന്നാസിനെയും കയ്യഫാസിനെയും മുമ്പിൽ വെച്ചുള്ള നിന്ദനം, പത്രോസിനെ തള്ളിപ്പറയൽ, പീലാത്തോസിന്റെ ന്യായാസനം, ഹെരോദസിന്റെ നിന്ദനം, ചമ്മട്ടി കൊണ്ടുള്ള അടി, മുൾമുടി ധരിപ്പിക്കൽ, മരണവിധി, കുരിശു ചുമക്കൽ, വേറോനിക്ക നൽകിയ തുവാല, ക്രൂശിക്കൽ, ഫരിസയരുടെ നിന്ദനങ്ങൾ, മേരിയുടെയും മഗ്ദലേനയുടെയും യോഹനാന്റെയും സങ്കടങ്ങൾ, മരണശേഷം അവിടുത്തെ വിലാപുറം കുത്തി തുറക്കപ്പെടുന്ന രംഗം, ചുരുക്കി പറഞ്ഞാൽ പീഡാസഹനത്തിന്റെ ഓരോ രംഗവും അതിന്റെ വിശദാംശങ്ങളോടെ ആവിഷ്കരിക്കപ്പെട്ടു. തന്റെ തന്നെ സൃഷ്ടിയായ മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് അവയെല്ലാം സ്വമനസാലെ സ്വീകരിച്ചു. തന്റെ അമ്മ അനുഭവിക്കുന്നതും അനുഭവിക്കേണ്ടതുമായ വേദനയും അവിടുന്ന് കാണുകയും ഹൃദയത്തിൽ അനുഭവിക്കുകയും ചെയ്തു. തന്റെ തിരുക്കുമാരന്റെ വേദനയിലുള്ള പരിപൂർണ പങ്കാളിത്തം മൂലം തളർന്ന് അവൾ തന്റെ സ്നേഹിതരുടെ കൈകളിലേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. പീഡാനുഭവത്തെക്കുറിച്ചുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ മാലാഖമാർ അപ്രത്യക്ഷമായി. ഈശോ മരണാസന്നനെ പോലെ മുഖം കുത്തി നിലത്ത് വീണു. രക്തമയമായ വിയർപ്പ് തുള്ളികൾ, വസ്ത്രങ്ങൾ കുതിർത്ത കവിതം വർദ്ധിച്ചു. ഗുഹയിൽ അന്ധകാരം വ്യാപിച്ചു. ഒരു മാലാഖ ഈശോയുടെ അടുക്കിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. ഈ മാലാഖയ്ക്ക് നല്ല ഉയരമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ രൂപം കൂടുതൽ വ്യക്തവും മനുഷ്യരൂപത്തോട് കൂടുതൽ സാധർമ്യം ഉള്ളതുമായിരുന്നു. പുരോഹിതന്റേതുപോലുള്ള നീണ്ട അങ്കി ധരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കൈകളിൽ അന്ത്യ അത്താഴ സമയത്ത് ഈശോ ഉപയോഗിച്ച പാനപാത്രം പോലുള്ള ഒരു ചെറിയ പാനപാത്രവും ഉണ്ടായിരുന്നു. ഈ കാസയുടെ മുകളിൽ ദീർഘവൃത്ത ആകൃതിയിൽ പയർപ്പഴത്തിന്റെ വലിപ്പമുള്ള ഒരു വസ്തു കാണപ്പെട്ടു. അതിൽ നിന്ന് ചുവന്ന പ്രകാശം പ്രസരിച്ചു കൊണ്ടിരുന്നു. മാലാഖ നിലത്ത് കാലുറപ്പിക്കാതെ തന്റെ വലതു കൈ ഈശോയുടെ നേർക്ക് നീട്ടി രഹസ്യാത്മകമായ ഒരു ഭക്ഷണം ഈശോയുടെ വായിൽ വെച്ചു കൊടുത്തു. അപ്പോൾ അവിടുന്ന് എഴുന്നേറ്റു. പ്രകാശപൂർണമായ ആ കാസയിൽ കുടിക്കുവാൻ കൊടുത്ത ശേഷം മാലാഖ പ്രത്യക്ഷമായി. നവശക്തി ആർജിക്കുകയും സഹനത്തിന്റെ കാസ സ്വതന്ത്രമായി ഏറ്റെടുക്കുകയും ചെയ്ത ഈശോ ധ്യാനത്തിൽ ആമഗ്നനായി സ്വർഗപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ കൂടി ഗുഹയിൽ ചിലവഴിച്ചു. അപ്പോഴും ആത്മീയവ്യത അനുഭവിച്ചിരുന്നുവെങ്കിലും സഹനഭാരത്താൽ കുനിഞ്ഞു പോകാതെയും അങ്ങുമിങ്ങും ആടിയുലയാതെയും ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോകുവാൻ പ്രകൃത്യാതീതമായി ലഭിച്ച സമാശ്വാസത്താൽ അവിടത്തേക്ക് കഴിഞ്ഞു. അവിടുത്തെ മുഖഭാവം വിളറി വിവശമായിരുന്നെങ്കിലും കാലടികൾ ഉറച്ചതും നിശ്ചയദാർഢ്യത്തോട് കൂടിയതുമായിരുന്നു. അവിടുന്ന് തന്റെ മുഖം തുടച്ച മുടി നന്നായി ഒതുക്കി വെച്ചു. തോളുവരെ നീണ്ടു കിടക്കുന്ന മുടി രക്തത്തിൽ കുതിർന്ന് കട്ട പിടിച്ചിരുന്നു. ഈശോ തന്റെ ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ അവർ ഭിത്തിയിൽ ചാരി ശിരസ് മൂടി പുതച്ച് ഉറങ്ങുകയായിരുന്നു. ഇത് ഉറങ്ങേണ്ട സമയമല്ല, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണെന്ന് നമ്മുടെ കർത്താവ് അവരോട് പറഞ്ഞു. അവൻ തുടർന്നു, ഇതാ എന്റെ സമയം അടുത്തു കഴിഞ്ഞു. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റക്കൊടുക്കാനിരിക്കുന്നവൻ അടുത്ത് എത്തിക്കഴിഞ്ഞു. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അപ്പസ്വലന്മാർ ഭയന്ന് എഴുന്നേറ്റ് ഉത്കണ്ഠയോടെ ചുറ്റും നോക്കി. അവർ ശാന്തത വീണ്ടെടുത്തപ്പോൾ പത്രോസ് സ്നേഹത്തോടെ യേശുവിനോട് പറഞ്ഞു, നാഥ, ഞാൻ മറ്റുള്ളവരെ വിളിക്കട്ടെ, ഞങ്ങൾ അങ്ങയെ രക്ഷിക്കാം. എന്നാൽ കുറച്ചകലെ കെദ്രോൺ തോടിന്റെ മറുകരയിലൂടെ ആയുധധാരികളായ കുറെ പേർ പന്തങ്ങളുമായി അടുത്തു വരുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുത്ത് ഇരിക്കുന്നുവെന്ന് ഈശോ അവരോട് പറഞ്ഞു. അവിടുന്ന് ശാന്തമായിട്ടാണ് സംസാരിച്ചത്. തന്റെ അമ്മയെ ആശ്വസിപ്പിക്കണമെന്ന് അവരോട് അഭ്യർത്ഥിച്ച ശേഷം അവിടുന്ന് തുടർന്നു, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ചെറുത്തുനിൽപ്പ് കൂടാതെ ശത്രുക്കളുടെ കൈകളിലേക്ക് എന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഈശോ ഒലിവ് തോട്ടം വിട്ട് ആ 3 ശിഷ്യന്മാരോട് കൂടെ തന്നെ ബന്ധിക്കുവാനായി വരുന്ന വില്ലാളികളുടെ അടുക്കിലേക്ക് ഗെത്സമനിയിലുള്ള വഴിയിലൂടെ നീങ്ങി.